എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്. ബാരീസ് എന്നറിയപ്പെടുന്ന നദി. ബാരീസ് എന്നറിയപ്പെടുന്ന നദി പമ്പ. പമ്പ നദിയാണ് ബാരിസ് എന്നറിയപ്പെടുന്ന നദി. പെർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം. പെർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം വില്ലൻ ചുമ. വില്ലൻ ചുമയാണ് പെർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി. എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം എന്ത് ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്? എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം ഏത് ഉൽപ്പാദനത്തിലാണ് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്? കൈതച്ചക്ക. എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം കൈതച്ചക്കയുടെ ഉൽപ്പാദനത്തിലാണ് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. ചിന്നാറാണ് നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമേത്? സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ്. ചുവപ്പാണ് സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാവുന്ന ഊർജം. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാവുന്ന ഊർജം ഗതികോർജം. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാവുന്ന ഊർജം ഗതികോർജമാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ പറയുന്നത് പിണ്ഡം എന്നാണ്. മല്ലിശൈ മന്നൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ. മല്ലിശൈ മന്നൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ MS വിശ്വനാഥൻ. MS വിശ്വനാഥനാണ് മല്ലിശൈ മന്നൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം കുമരകം പക്ഷിസങ്കേതം. കുമരകം പക്ഷിസങ്കേതമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. കോന്നിയാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. 2001 ജൂൺ 22 കടലുണ്ടി തീവണ്ടി ദുരന്തം നടന്നത് ഏത് ജില്ലയിലാണ്? 2001 ജൂൺ 22 കടലുണ്ടി ദുരന്തം നടക്കുന്നത്. കടലുണ്ടി തീവണ്ടി ദുരന്തം നടന്നത് അത് ഏത് ജില്ലയിലായിരുന്നു? കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലായിരുന്നു 2001 കടലുണ്ടി തീവണ്ടി ദുരന്തം നടന്നത്. 2001 ജൂൺ 22 കടലുണ്ടി തീവണ്ടി ദുരന്തം നടന്നത്. ഏത് വർഷമാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഏത് വർഷമാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിക്കപ്പെട്ടത്? 1961. 1961 ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിലെ ഇബ്സൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഇബ്സൻ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ള. N കൃഷ്ണപിള്ളയാണ് കേരളത്തിലെ ഇബ്സൻ എന്നറിയപ്പെടുന്നത്. ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ എവിടെയാണ്? ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ എവിടെയാണ്? നെയ്യാർ. നെയ്യാറിലാണ് ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ജ്ഞാനയോഗം രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ജ്ഞാനയോഗം രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് ജ്ഞാനയോഗം രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ആലപ്പുഴയിൽ 1938 തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്ത വനിത. ആലപ്പുഴയിൽ 1938
തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്ത വനിത? ആര്യ പള്ളം. ആര്യ പള്ളമാണ് ആലപ്പുഴയിൽ 1938 തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്ത വനിത. ഇന്ത്യയിൽ ആദ്യത്തെ വിർച്വൽ യൂണിവേഴ്സിറ്റി? ഇന്ത്യയിൽ ആദ്യത്തെ വിർച്വൽ യൂണിവേഴ്സിറ്റി ഇഗ്നോ. ഇഗ്നോയാണ് ഇന്ത്യയിൽ ആദ്യത്തെ വിർച്വൽ യൂണിവേഴ്സിറ്റി. എല്ല് വളമായി ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായി ഡാഷ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. എല്ല് വളമായി ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായി ഡാഷ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. ഫോസ്ഫറസ്. എല്ല് വളമായി ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായി ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത്? മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് കെ.എൻ. പണിക്കർ. കെ.എൻ. പണിക്കറാണ് മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത്. ജടായുപ്പാറ എവിടെയാണ്? ജടായുപ്പാറ എവിടെയാണ്? ചടയമംഗലം. ചടയമംഗലത്താണ് ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഗോയിറ്ററിൻ്റെ മറ്റൊരു പേര്? ഗോയിറ്ററിൻ്റെ മറ്റൊരു പേര് ഗ്രേവ്സ് രോഗം. ഗോയിറ്ററിൻ്റെ മറ്റൊരു പേരാണ് ഗ്രേവ്സ് രോഗം. ഭൂമിയിൽ നിന്ന് കാണാവുന്ന വലയങ്ങളുള്ള ഏകഗ്രഹം? ഭൂമിയിൽ നിന്ന് കാണാവുന്ന വലയങ്ങളുള്ള ഏകഗ്രഹം ശനി. ശനിയാണ് ഭൂമിയിൽ നിന്ന് കാണാവുന്ന വലയങ്ങളുള്ള ഏക ഗ്രഹം. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത്. റാണ പ്രതാപ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? റാണ പ്രതാപ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചമ്പൽ. രാജസ്ഥാനിലെ ചമ്പൽ നദിയിലാണ് റാണ പ്രതാപ് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ? പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ റൈബോഫ്ലാവിൻ. ജീവകം B2. റൈബോഫ്ലാവിൻ വിറ്റാമിനാണ് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ. ജീവകം B2. മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാനാകാത്ത ധാന്യകം? മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാനാകാത്ത ധാന്യകം സെല്ലുലോസ്. സെല്ലുലോസാണ് മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാനാകാത്ത ധാന്യകം. ഇന്ത്യയിൽ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞ കേസ്? ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ച്, 13 ജഡ്ജിമാർ ചേർന്ന ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞ കേസ് കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. മുത്തലാഖ് കേസ് എന്നറിയപ്പെടുന്ന കേസ്? മുത്തലാഖ് കേസ് എന്നറിയപ്പെടുന്ന കേസ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ് മുത്തലാഖ് കേസ് എന്നറിയപ്പെടുന്ന കേസ്. ആദ്യ കമ്പ്യൂട്ടർവത്കൃത താലൂക്ക് ഓഫീസ്? ആദ്യ കമ്പ്യൂട്ടർവത്കൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം. ആദ്യ കമ്പ്യൂട്ടർവത്കൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലമാണ്. കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത്? കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ടൂറിംഗ് അവാർഡ്. ടൂറിംഗ് അവാർഡാണ് കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത്. സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത? സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത DK പട്ടമ്മാൾ. DK പട്ടമ്മാളാണ് സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തലശ്ശേരി. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം? ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം സൗരോർജം. സൗരോർജമാണ് ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം. രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസ്സാക്കുന്നത് എവിടെയാണ്? രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസ്സാക്കുന്നത് എവിടെയാണ്? ലോക്സഭ. ലോക്സഭയിലാണ് രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസ്സാക്കുന്നത്.
പേരാർ എന്നറിയപ്പെടുന്ന നദി. പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പേരാർ എന്നറിയപ്പെടുന്ന നദി. മലനിരയിലെ വാരാണസി എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം. മലനിരയിലെ വാരാണസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മണ്ഡി. മണ്ഡിയാണ് മലനിരയിലെ വാരാണസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. സരസഗായക കവിമണി എന്നറിയപ്പെട്ടത്. സരസഗായക കവിമണി എന്നറിയപ്പെട്ടത് KC കേശവപിള്ള. KC കേശവപിള്ളയാണ് സരസഗായക കവിമണി എന്നറിയപ്പെട്ടത്. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെട്ടത്. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാറാണ് കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെട്ടത്. മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയെ മോശയുടെ ഇസ്രയേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയെ മോശയുടെ ഇസ്രയേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ചത് PC റേ. PC റേയാണ് മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയെ മോശയുടെ ഇസ്രയേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ചത്. ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞത് ഏത് ചിത്രകാരനാണ്? ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞത് ഏത് ചിത്രകാരനാണ്? H.G. വെൽസ്. ചിത്രകാരനായിരുന്ന H.G. വെൽസ് ആണ് ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞത്. ഋതുക്കളുടെ കവി എന്നറിയപ്പെട്ടത് ആര്? ഋതുക്കളുടെ കവി എന്നറിയപ്പെട്ടത് ചെറുശ്ശേരി. ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെട്ടത്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള പരുത്തി. പരുത്തിയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള. തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടെല്ലിലെ അസ്ഥി. തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടെല്ലിലെ അസ്ഥി അറ്റ്ലസ്. തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടെല്ലിലെ അസ്ഥിയാണ് അറ്റ്ലസ്. അറയ്ക്കൽ രാജവംശം സ്ഥാപിതമായ നൂറ്റാണ്ട്. അറയ്ക്കൽ രാജവംശം സ്ഥാപിതമായ നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ട്. 16-ാം നൂറ്റാണ്ടിലായിരുന്നു അറയ്ക്കൽ രാജവംശം സ്ഥാപിതമായത്. 1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം. 1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം മാധ്യമം. മാധ്യമം പത്രമാണ് 1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടാണ് കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.